26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ ഗതാഗത സംവിധാനങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം ശക്തം. ദക്ഷിണ ഇറാനിലെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, 2 പ്രധാന പാലങ്ങൾ എന്നിവയ്ക്ക് നേരെ US മിസൈൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ഹോർമസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ ഗതാഗത സംവിധാനങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് US വ്യോമാക്രമണം ശക്തമാക്കുകയാണ്. ദക്ഷിണ ഇറാനിലെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, 2 പ്രധാന പാലങ്ങൾ എന്നിവയ്ക്ക് നേരെ US മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. തുടർച്ചയായ 6ാം ദിവസമാണ് US സേന ഇറാനിൽ ആക്രമണം നടത്തുന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആക്രമണ പരമ്പര നടത്തുന്നതെന്നാണ് US സെൻട്രൽ കമാൻഡും വ്യക്തമാക്കിയത്. പാലങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. കൂടാതെ ഇറാന്റെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷഹർ നഗരത്തിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട്. US ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടിയും തുടങ്ങി. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ബാലിസ്റ്റിക് മിസൈലുകളാണ് വർഷിച്ചത്. അഹ്വാസിലെ കുട്ടികളുടെ ക്യാൻസർ ആശുപത്രിക്ക് സമീപം US നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ നടപടിയെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. അമേരിക്കയുടെ മറ്റ് ഗൾഫ് സഖ്യകക്ഷികളായ കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുണ്ടായിരുന്നു. കുവൈത്ത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയപ്പോൾ ബഹ്റൈനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പും സൈറണുകൾ മുഴങ്ങി. ആഗോള എണ്ണവാതക വിതരണത്തിൽ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇതോടെ കടുത്ത യുദ്ധപ്രതീതിയാണ് നിലനിൽക്കുന്നത്. മേഖലയിൽ നിന്ന് US സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും തങ്ങൾ ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും ഇറാൻ സൈനിക വക്താവും അറിയിച്ചു. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ച US നടപടിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ US ആക്രമണങ്ങളിൽ 30ഓളം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഇറാൻ കരാറുകളിൽ നിന്ന് പിന്നോട്ടു പോയതിനാലാണ് ഈ പ്രത്യാഘാതമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും പറഞ്ഞത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം തന്നെ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇരു വിഭാഗങ്ങളും ആക്രമണം അവസാനിപ്പിച്ച് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.